കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 2 സീറ്റ് വ്യത്യാസത്തിൽ LDF UDF ഭരണം മാറിമറിയുന്ന കാസർഗോഡ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും പോരാട്ടം കനക്കും. നിലവിൽ UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ വാർഡ് അടക്കം പിടിച്ചെടുക്കുമെന്ന് CPM പരസ്യ വെല്ലുവിളി ഉയർത്തുമ്പോൾ പുല്ലൂർ പെരിയയിൽ രാഷ്ട്രീയ ചൂട് ഏറുകയാണ്. നിലവിൽ 17 വാർഡുകളുള്ള പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ UDF 9, LDF 7, BJP 1 എന്നിങ്ങനെയാണ് കക്ഷി നില. 1995 മുതൽ 2010 വരെ തുടർച്ചയായി CPM ഭരിച്ചിരുന്ന ഗ്രാമപഞ്ചായത്തിൽ പിന്നീട് ഇങ്ങോട്ട് ഭരണം 2-3 സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാറിമറിയാൻ തുടങ്ങി. കോൺഗ്രസിലെ CK അരവിന്ദാക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റായുള്ള ഭരണസമിതി ഗ്രാമപഞ്ചായത്തിലെ ഉൾനാടൻ റോഡുകളുടെ വികസനം, ടൗണുകളിൽ പൊതു ടോയ്ലറ്റ് സ്ഥാപിക്കൽ, ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായ കെട്ടിടം നിർമ്മിക്കൽ തുടങ്ങിയവ പ്രധാന വികസന നേട്ടമായി ചൂണ്ടിക്കാട്ടുകയാണ്. പഞ്ചായത്തിന്റെ ഏകദേശം ആസ്തിയിലുള്ള 95% റോഡുകളും ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് 5 വർഷക്കാലത്തെ ഏറ്റവും മികച്ച നേട്ടമായിട്ട് കാണുന്നത്. നമുക്ക് പൊതു ടോയ്ലറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് റിംഗ് കമ്പോസ്റ്റുകൾ എത്തിക്കാനും പൊതു ഇടങ്ങളിലെ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മിനി MCFകൾ, അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്തുകൾ എന്നിവ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലും വികസനം എത്തിച്ചുകൊണ്ടാണ് ഈ 5 വർഷ കാലയളവ് അവസാനിക്കുന്നത്. ഇടത് ശക്തി കേന്ദ്രമായിരുന്ന പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റാകാൻ സാധിച്ചതിന്റെ രാഷ്ട്രീയ കരുത്ത് അരവിന്ദാക്ഷനുണ്ട്. പഞ്ചായത്തിൽ ഭരണ തുടർച്ചയുണ്ടാക്കുവാനായി കഴിഞ്ഞ 3 മാസമായി UDF പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നും നിലവിലുള്ള വാർഡുകൾ കൂടാതെ ചുരുങ്ങിയത് 2 എണ്ണമെങ്കിലും പിടിച്ചെടുക്കുമെന്നും കോൺഗ്രസ് നേതാവ് കൂടിയായ അരവിന്ദാക്ഷൻ പറഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള സീറ്റിൽ നിന്നും 2-3 സീറ്റുകൾ വീണ്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ 3 മാസം മുമ്പ് തന്നെ ഐക്യജനാധിപത്യ മുന്നണി ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കടുത്ത രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കാനിരിക്കുന്നതെന്നും നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രതിനിധാനം ചെയ്യുന്ന വാർഡുകളടക്കം പിടിച്ചെടുത്തുകൊണ്ട് LDF വിജയം ഉറപ്പാക്കുമെന്ന് CPM നേതാവ് കൂടിയായ വാർഡംഗം നാരായണൻ പറഞ്ഞു. ഷുവറായും നമുക്ക് ഇപ്രാവശ്യം 12 സീറ്റ് ഷുവറായിട്ടും കിട്ടും. കൂടാതെ 2 സീറ്റും കൂടി നമ്മൾക്ക് ഉറപ്പായും നമ്മൾ പ്രവർത്തനത്തിന്റെ ഫലമായി കിട്ടും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മളുള്ളത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ പഞ്ചായത്ത് ഓഫീസിന് പകരം പുതിയ കെട്ടിടമുണ്ടാക്കുന്ന കാര്യത്തിൽ UDF ഭരണസമിതി പിന്നോട്ടടിച്ചത് ജനങ്ങൾക്കും ജീവനക്കാർക്കും വലിയ ദുരിതം സൃഷ്ടിക്കുകയാണെന്നും കഴിഞ്ഞ 2 വർഷക്കാലം വെറുതെ കളഞ്ഞെന്നും പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് UDF ഭരണസമിതിക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞില്ലെന്നും ചൂണ്ടിക്കാട്ടി. പുല്ലൂർ പെരിയ പഞ്ചായത്തിനകത്ത് ഇപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കട വരാൻ പോയ അത്രയും കൂടി സൗകര്യമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ കഴിഞ്ഞ 1.5 കൊല്ലമായി നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്. ഇരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കാര്യനിർവഹണത്തിന് പറ്റാത്ത ഒരു വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ. അംഗക്കളം ചൂടുപിടിച്ചു വരുന്ന പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ LDFന് 3000 വോട്ടിന്റെ ലീഡുണ്ട്. മുന്നേറ്റ പ്രതീക്ഷകളോടെ CPM വോട്ടിന്റെ കണക്കുകളടക്കം നിരത്തുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിയെന്ന ആത്മവിശ്വാസത്തോടെ ഭരണ തുടർച്ചയ്ക്കായി കളത്തിലിറങ്ങുകയാണ് UDF നേതൃത്വം. അമൃത ന്യൂസ്, കാസർഗോഡ്.